അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു മൂന്നാമത്തെ ഒരു കോൺഫറൻസ് കൂടിയിട്ടുണ്ട് ഏകയിൽ വെച്ച് തന്നെ. 1932, 1937, അതിന് ശേഷം 1947 ചേർന്ന അന്താരാഷ്ട്ര അഭിഭാഷക കോൺഫറൻസിൽ അതിൽ 53 രാഷ്ട്രങ്ങൾ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കോൺഫറൻസിലെടുത്തിട്ടുള്ള തീരുമാനം എന്താണ്? അതുകൂടി നമ്മൾ കേൾക്കുന്നത് നല്ലതാണ്. ഒന്ന്, ഇസ്ലാമിക നിയമം ഇലാസ്തികതയുള്ളതും അതോടൊപ്പം തന്നെ ഇസ്ലാമിക നിയമത്തിനുള്ള പ്രാധാന്യം അംഗീകരിക്കുന്നു എന്നുള്ളതുമാണ്. ഒന്ന്, ഇസ്ലാമിക നിയമം ഇലാസ്തികത ഉള്ളതാണ്. രണ്ടാമത്തത്, ഇസ്ലാമിക നിയമത്തിനുള്ള പ്രാധാന്യം അംഗീകരിക്കുന്നു. ഇത് ആരാണ് അംഗീകരിക്കുന്നത്? മുസ്ലിം രാഷ്ട്രങ്ങളുടെ പ്രതിനിധികളല്ല, പാശ്ചാത്യ നാടുകളിലെ നിയമവിശാരദന്മാരായിട്ടുള്ള അഭിഭാഷകന്മാരാണ് ഇതിൻ്റെ തീരുമാനം എടുക്കണമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തദടിസ്ഥാനത്തിൽ രാഷ്ട്രാന്തരീയ അഭിഭാഷക സമിതി ഈ നിയമത്തിൻ്റെ താരതമ്യ പഠനം കയ്യേൽക്കണം എന്നുള്ളതാണ് അവരന്നെടുത്ത തീരുമാനം. രാഷ്ട്രാന്തരീയ അഭിഭാഷക സമിതി ഈ പറഞ്ഞ അടിസ്ഥാനത്തിൽ നിയമത്തിൻ്റെ താരതമ്യ പഠനം കയ്യേൽക്കണം. ഇസ്ലാമിക നിയമത്തിൻ്റെ വലിയൊരു ഭാഗം അവർ അംഗീകരിച്ചു എന്നുള്ളതാണ് ഇതിൽ സംഭവിച്ചിട്ടുള്ള മറ്റൊരു സംഗതി. അതുപോലെ തന്നെ ഇസ്ലാമിക നിയമനിർമ്മാണത്തിൻ്റെ അടിസ്ഥാന ഔദ്യോഗിക സ്രോതസ്സുകളിലൊന്നായിട്ട് ഇവർ അംഗീകരിച്ചു. അവർ തന്നെ അംഗീകരിച്ച വേറെ ചില സ്രോതസ്സുകളോടൊപ്പം ഇസ്ലാമിക നിയമത്തിൽ കൂടി നിയമത്തിൻ്റെ നിർമ്മാണത്തിൻ്റെ സ്രോതസ്സായിട്ട് അംഗീകരിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഈ രണ്ടാമത്തെ കോൺഫറൻസിൽ ഇസ്ലാമിക നിയമം മറ്റൊന്നിൽ നിന്ന് എടുത്തതല്ലാന്നും അത് സ്വന്തമായിട്ട് തന്നെയുള്ള ഇസ്ലാമിൻ്റെ നിയമങ്ങളാണ് എന്നും അന്നത്തെ 47 കോൺഫറൻസ് തീരുമാനമെടുക്കാനുള്ള ഒരു കാരണമുണ്ട്. ആ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈജിപ്തിലെ അൽഹസർ യൂണിവേഴ്സിറ്റിയിലെ 2 പ്രൊഫസർമാർ ഈ 1937 സമ്മേളനത്തിൽ ഇസ്ലാമിക നിയമത്തിൽ, അതായത് ക്രിമിനൽ സിവിൽ നിയമം സംബന്ധിച്ചുള്ള ഒരു പഠനം ഒരാൾ അവതരിപ്പിച്ചു. ഇസ്ലാമിക നിയമവും റോമൻ നിയമവും തമ്മിൽ ബന്ധമുണ്ടോ ഇല്ല എന്നതിനെ സംബന്ധിച്ച് മറ്റൊരു പഠനവും അവർ അവിടെ അവതരിപ്പിച്ചു. ഒന്ന്, ഇസ്ലാമിക നിയമവും റോമൻ നിയമവും തമ്മിൽ ബന്ധമുണ്ടോ. രണ്ടാമത്തത്, ക്രിമിനൽ സിവിൽ നിയമം സംബന്ധിച്ചുള്ള ഇസ്ലാമിക പഠനമാണ്. ഈ 2 പഠനങ്ങളും അവതരിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക നിയമം അത് സ്വതന്ത്രമാണെന്നും അത് വേറൊരു നിയമത്തിൽ നിന്ന് കൈക്കൊണ്ടതല്ല, അത് ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും നിർദ്ധാരണം ചെയ്തെടുത്തിട്ടുള്ളതാണ് എന്നുമുള്ള ആ 2 പ്രൊഫസർമാരുടെ അവതരണത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് 1937 ആ തീരുമാനം എടുത്തിട്ടുള്ളത്. അതിൻ്റെ തന്നെ ചുവട് പിടിച്ചിട്ടാണ് 1947 ഈ 53 രാഷ്ട്രങ്ങളുടെ പ്രതിനിധികളായിട്ടുള്ള അഭിഭാഷക സംഘടനയുടെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. അപ്പോൾ ഇങ്ങനെയുള്ള ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഈ ചലനങ്ങൾ ഇസ്ലാമിനെ സംബന്ധിച്ച് ലോകം എന്ത് പറയുന്നു, മനസ്സിലാക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഇത്രത്തോളം ബാലിശമായിട്ടുള്ള വാദങ്ങൾ ഉന്നയിക്കാൻ കഴിയില്ല. ഒന്നുകിൽ നമ്മളെ ജബ്ബാർ മാഷക്ക് ഇതിനെപ്പറ്റിയൊന്നും വലിയ പിടിപാടൊന്നുമില്ല. കുട്ടിക്കാലത്തെ അല്ലെങ്കിൽ കുറച്ച് കൗമാരത്തിലോ യുവത്വത്തിലോ ഒക്കെ അദ്ദേഹം ഇസ്ലാമിനോട് ഏതോ നിലക്ക് അദ്ദേഹത്തിന് തോന്നിയിട്ടുള്ള വിരോധം അതിപ്പോൾ കുറച്ചുകൂടി മറ്റുള്ളവരുടെ പിൻബലത്തോടു കൂടി അതിങ്ങനെ ആവർത്തിക്കുന്നു. പുതിയതൊന്നും പഠിക്കാനും പഠിച്ചത് അത് ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാക്കാനോ ഇതിനൊന്നും അദ്ദേഹം മുതിരുന്നില്ല എന്ന് കൂടിയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുക. അതുകൊണ്ട് ജബ്ബാർ മാഷോട് നമ്മൾക്ക് പറയാനുള്ളത്, താങ്കൾക്ക് തീർച്ചയായിട്ടും ഇസ്ലാമിനെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് അള്ളാഹു തന്നെ നൽകിയിട്ടുള്ളതാണ്. പക്ഷെ ആ സ്വാതന്ത്ര്യം താങ്കൾ ദുരുപയോഗപ്പെടുത്തരുത്. സത്യസന്ധമായിട്ട് കാര്യങ്ങൾ കൈയാളുന്ന രീതിയിലായിരിക്കണം താങ്കൾ ഇസ്ലാമിനെ വിമർശിക്കുന്നത് എന്നതാണ്.